ഹലോ! അങ്ങനെ നമ്മുടെ ഇഷ്ടമാത്രത്തിൽ ഭയങ്കരമായിട്ടുള്ള രംഗങ്ങളാണ് കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആദ്യം തന്നെ നമ്മുടെ മഹേഷ് ആദിമോനെയും കൂടെ ചിപ്പിമോളുടെ ഒപ്പം നമ്മുടെ ഇഷിതയ്ക്കൊപ്പം നിർത്താനുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുവാണ്. അതിനുവേണ്ടി ഒരു വക്കീലിനെ കാണുന്നുണ്ട്. എന്നിട്ട് ആദിമോന്റെ അടുത്ത് പറയുന്നുണ്ട്, "നീയും കൂടി ഉണ്ടെങ്കിലേ ഈ വീട് ഒരു സ്വർഗ്ഗമാകുള്ളടാ" എന്നൊക്കെ പറയാണ്. അപ്പൊ ആദിമോനും ഭയങ്കര ഹാപ്പി ആയിരിക്കും ഇവിടെ നമ്മുടെ ചിപ്പിമോളുടെയും ഇഷിതയുടെ അടുത്ത് വന്നാല് അല്ലെ. അപ്പൊ അങ്ങനെ ഇവര് ഭയങ്കര ഹാപ്പി ആയിട്ട് പോകുവാണേ. അപ്പുറത്ത് നമ്മുടെ ആകാശിനെ മാക്സിമം ഇട്ട് ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ് നമ്മുടെ സുമിത. "എന്നെ കെട്ടിയേ പറ്റൂ" എന്ന് പറഞ്ഞ് ആകാശിന്റെ മുറിയിലൊക്കെ പോയി കിടക്കുന്നുണ്ട്. ലാസ്റ്റ് ആകാശും നമ്മുടെ സുമിതയും തമ്മിൽ ഒരു കയ്യാങ്കളിയൊക്കെ നടക്കുന്നുണ്ട്. ആകാശിന്റെ ഒരു ഉന്തലില് നമ്മുടെ സുമിതയുടെ തല മതിലിൽ പോയി ഇടിക്കുന്നുണ്ട്. സുമിത എന്താ പറയുക അപ്രതീക്ഷിതമായി മരിച്ചു പോവുകയാണ്. അങ്ങനെ നമ്മുടെ സുമിതയുടെ ആ ഒരു ബോഡി മറവ് ചെയ്യാൻ വേണ്ടി ഒരു ചാക്കിലാക്കി കെട്ടി കാറിൽ ഇങ്ങനെ കയറ്റുന്ന ദൃശ്യം നമ്മുടെ ആദിമോൻ കൃത്യമായിട്ട് വന്ന് കാണുന്നുണ്ട്. എന്നിരുന്നാൽ കൂടിയും നമ്മുടെ ആകാശ് അതുകൊണ്ട് എവിടേക്കോ മറവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ രചനയാണെന്ന് തോന്നുന്നു. രചന അതിക്ക് മുന്നേ ഉള്ള സീനാണോ അല്ലെങ്കിൽ അതിക്ക് പിന്നീടാണോ എന്നറിയില്ല. ആരോ ഒരാൾ വന്നിട്ട് ആ ഒരു ചാക്കുണ്ടല്ലോ, ആ ഒരു കെട്ട് ചാക്ക് ഇങ്ങനെ മാറ്റി നോക്കുമ്പോൾ നമ്മുടെ സുമിതയുടെ ആ ഒരു മൃതദേഹം ഇങ്ങനെ കിടക്കുന്നത് കണ്ട് ഷോക്കായി നിൽക്കുന്നുണ്ട്. ആരാണത് എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. മിക്കവാറും രചന തന്നെ ആയിരിക്കും. എന്തായാലും കാത്തിരുന്നേനെ കാണാട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.